എന്തുമാത്രം ശിക്ഷയാണ് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നോക്കടി, നിന്റെ റിസൾട്ട് കൊണ്ട് വരുന്നുണ്ട്. വാ പോയി നോക്കാം. വാ. ഡോക്ടർ, പ്രഗ്നൻസിക്ക് അപകടമൊന്നും ഇല്ലല്ലോ അല്ലേ? എന്താ റിസൾട്ട്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഡോക്ടർ? നിങ്ങൾ ശരിക്കും പപ്പായ കഴിച്ചോ? കഴിച്ചതാണ് ഡോക്ടർ. നിങ്ങൾ വളരെ ലക്കിയാണ്. കുട്ടിക്ക് ഒരു കുഴപ്പമില്ല. നിങ്ങളും നിങ്ങളുടെ കുട്ടിയും വളരെ ഹെൽത്തിയാണ്. പ്രോബ്ലം ഒന്നും ഇല്ലെന്നല്ലേ പറഞ്ഞത്? പിന്നെന്തിനാ ഷോക്കാവുന്നേ? നിങ്ങൾ സത്യമാണോ പറയുന്നത് ഡോക്ടർ? പേഷ്യൻസിനോട് ഡോക്ടർ കള്ളം പറയാറില്ല. ഷീസ് പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. എല്ലാം കറക്റ്റ് ആയിട്ട് തന്നെയാണോ ചെക്ക് ചെയ്തത് ഡോക്ടർ? നിങ്ങൾക്ക് യാതൊരു സംശയവും വേണ്ട. യു ആർ സേഫ്. അല്ല, നിങ്ങള് അംബിക ദേവിയുടെ മകളല്ലേ? നിങ്ങളുടെ അമ്മയെ എനിക്ക് നന്നായിട്ട് അറിയാം. എഴുതി തരുന്ന മെഡിസിൻസ് കറക്റ്റ് ആയിട്ട് കഴിച്ചാൽ മതി. ഇവര് നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണം കേട്ടോ. താങ്ക് യു ഡോക്ടർ. ഇപ്പം മനസ്സിലായോടി ഡോക്ടർ എന്തിനാ കള്ളം പറഞ്ഞിട്ട് പോയെന്ന്? എന്റെ മോൻ ഫോൺ ചെയ്ത് കാണും. അന്ന് സ്വാമിയുടെ അടുത്ത്, ഇപ്പതേ ഡോക്ടറെ അടുത്ത്. നിന്റെ അമ്മ നിന്നെ നന്നായി രക്ഷിക്കുന്നുണ്ട്. എന്നെ മാത്രമല്ല ആന്റിയെയും. കാർത്തിക, അമ്മേ, അപകടമൊന്നും ഇല്ലെന്ന് പറഞ്ഞു. ഇനി ആവശ്യമില്ലാത്ത ഒന്നും കഴിക്കരുത്. നല്ലതുപോലെ സൂക്ഷിക്കണം. ശരി അമ്മേ. ഭാവനെ, അമ്മേ, എന്തൊക്കെ കഴിക്കാൻ പാടില്ലെന്ന് അവളെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്ക്. ശരി അമ്മേ. വസു, കാർത്തികയെ നന്നായി ശ്രദ്ധിക്കണം. ഞാൻ നോക്കിക്കോളാം അമ്മേ. വാ നമുക്ക് പോകാം. ഡോക്ടർ എന്തോ ടാബ്ലറ്റ്സ് ഒക്കെ എഴുതി തരാന്ന് പറഞ്ഞില്ലേ എടുത്തി? ശരിയാണല്ലോ. അതാ ഡോക്ടർ വരുന്നുണ്ടല്ലോ. മെഡിസിൻസ് പ്രിസ്ക്രിപ്ഷനിലുള്ളതുപോലെ ഫോളോ ചെയ്തോളൂ. താങ്ക് യു ഡോക്ടർ. ഓക്കെ മാഡം. വസുന്ധര, ഈ ഡോക്ടറെ കണ്ടിട്ട് വസുന്ധര എന്തിനാ ടെൻഷൻ ആവുന്നത്? എന്റെ മരുമകളെ നിങ്ങൾ അറിയോ ഡോക്ടർ? എനിക്കറിയാം മാഡം. നിങ്ങളുടെ ഹെൽത്ത് എങ്ങനെയുണ്ട് വസുന്ധര?
കുഴപ്പമൊന്നുമില്ല ഡോക്ടർ. അവൾക്ക് എന്ത് പറ്റി? എന്താ അങ്ങനെ ചോദിച്ചേ? മാഡത്തിന് അറിയില്ലേ വസുന്ധര ഇപ്പോ അത് അമ്മേ, ഞാനിന്ന് വീട്ടില് തല കറങ്ങി വീണില്ലായിരുന്നു അമ്മേ. അതിനുശേഷം ഞാനും ഏട്ടനും കൂടി ഈ ഡോക്ടറിന്റെ അടുത്ത് ചെക്കപ്പിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ ഈ ഡോക്ടർ ഞാൻ പ്രഗ്നന്റ് ആണെന്ന് സംശയിച്ചിരുന്നു. ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോ അല്ലെന്ന് മനസ്സിലായി. എനിക്ക് ക്ഷീണമാണെന്ന് മനസ്സിലാക്കി മരുന്നൊക്കെ എഴുതി തന്നിരുന്നു. അതെ മാഡം, അതുകൊണ്ടാ ഇപ്പൊ ഹെൽത്ത് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചത്. താങ്ക് യു ഡോക്ടർ. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഇതിലെന്തോ പന്തികേടുണ്ടല്ലോ. വസു തലകറങ്ങി വീണപ്പോ ഡോക്ടർ വീട്ടിൽ വന്ന് പരിശോധിച്ചതാണല്ലോ. വീണ്ടും എന്തിനാ ഈ ഡോക്ടർ വന്ന് കണ്ടത്? ഈ ഡോക്ടറെ കണ്ടപ്പോ ഇവളെന്തിനാ ഇങ്ങനെ പരിഭ്രമിക്കുന്നേ? ഈ ഡോക്ടറുടെ സംസാരത്തില് എന്തോ ഒളിക്കുന്നത് പോലെ തോന്നുന്നുണ്ട്. ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും രഹസ്യം കാണും. അതെന്താന്ന് കണ്ടുപിടിക്കണം. മരുന്നെല്ലാം കറക്റ്റായിട്ട് കഴിക്കണം. 15 ഡേയ്സ് കഴിഞ്ഞ് വീണ്ടും ചെക്കപ്പിന് വരണം. ശരി ഡോക്ടർ, താങ്ക് യു. ഓക്കെ. അനു, കീർത്തി, ഉണ്ണി, ഇന്ന് ഹോംവർക്ക് എഴുതിയത് മതി. ഇനിയുള്ളത് നാളെ രാവിലെ എഴുതാം. ഇപ്പൊ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വാ. ഓക്കേ അമ്മേ. അനു, ഹോംവർക്ക് എഴുതിയത് മതിയാക്ക്. ഭക്ഷണം കഴിക്കാൻ നമുക്ക്. വന്നേ. എനിക്ക് വേണ്ട. എന്താ അനു വേണ്ടാത്തത്? നിനക്ക് വിശക്കുന്നില്ലേ? ഞാൻ വളരെ ദേഷ്യത്തിലാ. എന്താ ദേഷ്യപ്പെട്ടിരിക്കുന്നേ? ഇന്ന് സ്കൂളിൽ വെച്ച് എന്നെ ഇൻസൾട്ട് ചെയ്തു. ഞാൻ ചെയ്യാത്ത കുറ്റത്തിന് ചേട്ടൻ സാറിന്റെ എനിക്ക് വഴക്ക് വാങ്ങി തന്നു. സാർ എന്നെ അടിക്കുകയും ചെയ്തു. അനു പറഞ്ഞത് സത്യമാണോ ഉണ്ണി? അല്ല അമ്മേ, അനു സ്കൂളിൽ ട്രോഫി താഴെ തള്ളിയിട്ട് പൊട്ടിച്ചു. അതിനെക്കുറിച്ച് സാറ് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, ആ ട്രോഫി ഞാനല്ല പൊട്ടിച്ചത്, ഞാനാണ് പൊട്ടിച്ചതെന്ന് ഏട്ടാ സാറിനോട് പറഞ്ഞു കൊടുത്തു. എന്താ അനു പറയുന്നേ? നീയല്ലേ പൊട്ടിച്ചത്? നീ ഇടയ്ക്ക് കയറി സംസാരിക്കണ്ട കീർത്തി. എന്താണ് ഉണ്ണി, നീ നിന്റെ അമ്മയെ പോലെ ആവുകയാണോ? ഇല്ലാത്ത കള്ളങ്ങളൊക്കെ പറഞ്ഞ് അനുവിന് ടീച്ചറുടെ കയ്യിൽ നിന്ന് അടിവാങ്ങി കൊടുക്കുക. അല്ല അമ്മൂമ്മേ, അനു ആണ്. കള്ളം പറയരുതുണ്ണി. നീയൊരു നല്ല കുട്ടിയാണെന്നാ ഞാൻ കരുതിയേ. നീ കീർത്തിക്കും അനുവിന് മാതൃകയായിരിക്കേണ്ടതിന് പകരം അവരെ വഴിതെറ്റിക്കാണോ? അമ്മേ, ഉണ്ണി അങ്ങനെ ചെയ്യില്ല. അവൻ ഒരിക്കലും കള്ളം പറയില്ല. അപ്പോ നിന്റെ മോള് കള്ളം പറയുകയാണെന്നാണോ? നിന്റെ സ്വന്തം കുഞ്ഞിനോട് നിനക്കുള്ള വിശ്വാസം ഇത്രയേ ഉള്ളൂ? നിനക്ക് നിന്റെ മോളെ അത്രയ്ക്ക് വിശ്വാസമല്ലേടാ? ദയവായി ഒന്ന് നിർത്തുന്നുണ്ടോ? നിന്റെ ഇളയമ്മ പറഞ്ഞതിൽ എന്താ തെറ്റബി? ഉണ്ണി മാത്രം ഹരിചന്ദ്രനായിട്ടുള്ളോ? അനു കള്ളം പറയുകയാണോ? അമ്മേ, ഒരു മിനിറ്റ് പ്ലീസ്.
സത്യം പറയും മോളെ, നീയാണോ തെറ്റ് ചെയ്തത് അതോ ഉണ്ണിയാണോ ചെയ്തത്? അനു, ഞാൻ നിന്നോടാണ് ചോദിച്ചത്, ആരാ തെറ്റ് ചെയ്തെന്ന്. അവള് തന്നെ തെറ്റ് ചെയ്തെന്ന് അനു എങ്ങാനും സമ്മതിച്ചാൽ അച്ഛൻ അനുവിനെ എന്തെങ്കിലും പറയോ എന്തോ. അല്ലെങ്കിൽ തന്നെ അനു ആകെ വിഷമിച്ചിരിക്ക. സോറി അച്ഛാ. അനുവിനെ വഴക്കൊന്നും പറയല്ലേ, ഞാനാ തെറ്റ് ചെയ്തത്. വാട്ട്? സ്കൂളിലുണ്ടായിരുന്ന ട്രോഫി ഞാനാ പൊട്ടിച്ചത്. സാറ് വഴക്ക് പറയുന്ന കരുതിയിട്ട് ഞാൻ അനുവിന്റെ പേര് പറഞ്ഞതാ. പാവം, ഞാൻ കാരണം അനുവിന് വഴക്കും അടിയും ഒക്കെ കിട്ടി. നിനക്കിപ്പ എന്താ പറയാനുള്ളത് അബി? ഉണ്ണി തെറ്റ് ചെയ്യില്ലാന്നും കള്ളം പറയില്ലാന്നും നീ സർട്ടിഫിക്കറ്റ് കൊടുത്തില്ലേ? അനുവും കീർത്തിയും അമ്മയില്ലാത്ത പെൺകുട്ടികളാണ് അബി. നിന്റെ സപ്പോർട്ടും കൂടി ഇല്ലെങ്കിൽ അവരൊരുപാട് കഷ്ടപ്പെടും. ഉണ്ണിയുടെ അടുത്ത് നിനക്ക് സ്നേഹം ഉണ്ടാകാം, അതുകൊണ്ട് അനുവും കീർത്തിയും വേദനിച്ചാൽ എനിക്ക് സഹിക്കില്ല. എനിക്ക് അനുവും കീർത്തി എങ്ങനെയാണോ അതുപോലെ തന്നെ ഉണ്ണി. അനുവും കീർത്തി അമ്മയില്ലാത്ത കുട്ടികളല്ല. അവർക്ക് അമ്മയായിട്ടാണ് വസുന്ധര വന്നതെന്ന കാര്യം മറക്കരുത്. തെറ്റ് ഉണ്ണിയുടെ ഭാഗത്താണെന്ന് അറിഞ്ഞിട്ടും നീ അവനെ തന്നെ സപ്പോർട്ട് ചെയ്യാണോ? ഇത് കുട്ടികളെ സംബന്ധിച്ചുള്ള കാര്യമാണ്. ദയവ് ചെയ്ത് ഇതിനെ വലുതാക്കരുത്. എല്ലാം ഈ വസുന്ധര ദേവിയുടെ മഹത്വമാ. തെറ്റ് ചെയ്തവനെ പോലും ശിക്ഷിക്കാൻ പറ്റാത്ത രീതിയിൽ എത്തിച്ചിരിക്കുക. എന്താ വസു, ഇങ്ങനെയാണോ ഇവനെ വളർത്തുന്നത്? ഇവന്റെ ഭാവി നാശമാകില്ലേ? നല്ലതും ചീത്തയും പറഞ്ഞു കൊടുക്കണ്ടേ? എന്റെ അമ്മയെ അങ്ങനെയൊന്നും പറയല്ലേ മുത്തശ്ശി. അമ്മ എന്നെ വളരെ നന്നായിട്ട് തന്നെയാ വളർത്തിയത്. കണ്ടില്ലേ എടുത്തി, അമ്മയും മോനും പരസ്പരം വക്കാലത്ത് പറയുന്നത് കണ്ടില്ലേ? ഒരാളുടെ മുകളിൽ ഈച്ച വീഴാൻ പോലും സമ്മതിക്കില്ല. നീ അനുവിന് വഴക്ക് വാങ്ങിക്കൊടുത്തോ? വഴക്ക് വാങ്ങിക്കൊടുത്തമ്മേ. ഞാൻ കാരണമാ സാർ അനുവിനെ അടിച്ചത്. നിന്നെ ഞാൻ നീ ഇതെന്താ ചെയ്യുന്നത് വസു? എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ പറഞ്ഞു മനസ്സിലാക്കുന്നതിന് പകരം അടിക്കുകയാണോ വേണ്ടത്? ഇവന് കൊച്ചുകുട്ടിയല്ലേ? ചെറിയ കുട്ടിയാ, പക്ഷെ ഇവൻ ചെയ്യുന്നതൊക്കെ വലിയ ആൾക്കാർ ചെയ്യുന്നത് പോലെയാ. കുട്ടികളാവുമ്പോ ചെറിയ ചില തെറ്റുകൾ ചെയ്യുന്നതൊക്കെ സാധാരണമാണ്. അതൊക്കെ ഇത്ര വലുതാക്കി ഒരു കുറ്റവാളി പോലെ കാണേണ്ട ആവശ്യം എന്താ? 5 വയസ്സിൽ ചെയ്യുന്നതാണ് 50 വയസ്സിലും ചെയ്ത് കാണിക്കുക. ഇന്നൊരു ചെറിയ കാര്യമെന്ന് പറഞ്ഞ് നമ്മൾ കണ്ണടച്ചു വിട്ടാൽ
നാളെ അവൻ വലിയ വലിയ കാര്യങ്ങൾ ചെയ്തു കാണിക്കും. ഈ പ്രായത്തിൽ വേണം അവന് നല്ലതും ചീത്തയും പഠിപ്പിച്ചു കൊടുക്കാൻ. അടിച്ചു പഠിപ്പിക്കണമെന്ന് ഞാൻ പറയില്ല. ഇനിമേൽ ഇങ്ങനെയൊന്നും ഉണ്ടാകാതെ നീ നോക്കണം. ഇനി ഒരു തവണ കൂടി അനുവിനെ കരയിച്ചാലുണ്ടല്ലോ എന്റെ സ്വഭാവം മാറും പറഞ്ഞേക്കാം. വാ മോളെ, നിനക്ക് ഞാൻ ഭക്ഷണം തരാം. വാ കീർത്തി, എന്റെ കൂടെ വാ. ഏതോ കുട്ടികളെ നിന്റെ അനിയത്തെ കരയിപ്പിച്ചു എന്നറിഞ്ഞ് അവരെ നീ അടിച്ചിട്ട് വന്നില്ലേ ഉണ്ണി? അങ്ങനെയുള്ള നീ അനുവിന് വഴക്കു വാങ്ങി കൊടുത്തു എന്ന് പറഞ്ഞ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. എന്താ നടന്നതെന്ന് സത്യം പറയൂ ഉണ്ണി. സോറി ചെറിയമ്മേ, ഞാൻ സത്യ പറഞ്ഞത്. അങ്ങനെയല്ല വല്യമ്മേ, തെറ്റ് ചെയ്തത് അനുവാ. അനുവാണ് ട്രോഫി പൊട്ടിച്ചത്. ചേട്ടനാണെങ്കിൽ കള്ളം പറയില്ലെന്ന് സാറ് ചേട്ടനെ കുറിച്ച് ഉറപ്പിച്ച് പറഞ്ഞു. അതുകൊണ്ടാ ചേട്ടൻ അനുവാണെന്ന് പറഞ്ഞത്. ആ ദേഷ്യം കൊണ്ട് അനു ഇങ്ങനെയൊക്കെ ചെയ്തത്. എന്തിനാ നീ സ്വയം ഏറ്റെടുത്തത് ഉണ്ണി? തെറ്റ് അനുവിന്റേതാണെന്ന് അറിഞ്ഞ അച്ഛൻ അനുവിനെ വഴക്ക് പറയില്ലേ അമ്മേ? ഓൾറെഡി അനു നല്ല വിഷമത്തിലായിരുന്നു. അച്ഛൻ കൂടി വഴക്ക് പറഞ്ഞ അവക്ക് പിന്നെ വിഷമാവില്ലേ? അനു കരഞ്ഞ എനിക്ക് സഹിക്കാൻ പറ്റില്ല അമ്മേ. അനുവിന് വേണ്ടി ഞാനും ചേട്ടനോട് സോറി പറയാം. വേണ്ട കീർത്തി, നീ സോറി ഒന്നും പറയണ്ട. അനു പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല. നിങ്ങളുടെ സന്തോഷം എനിക്ക് വലുത്. ഞാൻ നിങ്ങളുടെ ചേട്ടനാ. ഉണ്ണി, സോറി ഉണ്ണി, സോറി. അമ്മ ഒരിക്കലും എന്നോട് സോറി പറയരുത്. നിന്റെ ഭാഗത്ത് തെറ്റില്ലായിരുന്നിട്ടും ഞാൻ നിന്നെ അടിച്ചില്ലേ ഉണ്ണി? അത് സാരമില്ല, പോട്ടെ അമ്മേ. പക്ഷെ അച്ഛൻ അനുവിനെ അടിച്ചിരുന്നെങ്കിൽ അനു പാവം കരയുമായിരുന്നില്ലേ? അതുകൊണ്ട് അമ്മ എന്നെ അടിച്ചത് എന്തായാലും നന്നായി. അനുവും കീർത്തിയും നല്ല ഭാഗ്യം ചെയ്തവരാ. അവർക്ക് നിന്നെ പോലെ നല്ലൊരു ഏട്ടനെ കിട്ടിയില്ലേ? അല്ല ചെറിയമ്മേ, അനുവിനെയും കീർത്തിയെയും എനിക്ക് കിട്ടിയത് എന്റെ ഭാഗ്യാ. അനുവാണ് ഇതൊക്കെ ചെയ്തെന്ന് നീ അച്ഛനോട് പറയരുത്. ഈ കാര്യം നമ്മളെ മാത്രം അറിഞ്ഞാ മതി. വാ, ഭക്ഷണം കഴിക്കാം. മോളും കൂടി വാ. വാ.
ആന്റി ആന്റി ആ എന്താടി? ഈ ജ്യൂസ് ഒന്ന് കുടിക്ക്. ഈ പാലും കുടിക്ക്. അത് കൊണ്ടുവന്ന നീയല്ലേ, നിനക്ക് തന്നെ താൻ കുടിച്ചൂടെ? ഞാൻ കൊണ്ടുവന്നതല്ല, അമ്മയാ തന്നുവിട്ടത്. ഗർഭിണിയായിരിക്കുന്നവര് വെറും വയറോടെ ഇരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. എന്റെ വയറ് ഡിന്നർ കഴിച്ചപ്പോഴേ ഫുള്ളായി. അതുകൊണ്ടാ ആന്റിക്ക് കൊണ്ടുവന്നത്. അതവിടെ എങ്ങനെ വെക്കി, ഞാൻ പിന്നെ കുടിച്ചോളാം. എന്തു പറ്റി ആന്റി? നല്ല ദേഷ്യത്തിലാണല്ലോ. ഞാൻ ദേഷ്യത്തിലല്ലേടി, ആലോചിച്ചോണ്ടിരിക്കുക. എന്താലോചനയിലാണ്? ഓഹോ, മനസ്സിലായി. കുറച്ചു മുൻപ് അനുവിന്റെ കാര്യത്തില് അമ്മ ഉണ്ണിയെ വഴക്കു പറഞ്ഞില്ലേ? അപ്പൊ ഉണ്ണിയെ വീണ്ടും വീണ്ടും എങ്ങനെ വഴക്ക് കേൾപ്പിക്കാമെന്ന് ആലോചിക്കായിരിക്കും. അതൊന്നും അല്ലടി. അപ്പൊ അതല്ലേ കാര്യം? ഇപ്പൊ എനിക്ക് മനസ്സിലായി. അന്ന് അമ്പലത്തിൽ വെച്ച് വസുവേട്ടത്തിയെ കുടുക്കണോന്ന് വിചാരിച്ചത് ഫെയിൽ ആയില്ലേ? ഓ, ഇനി എങ്ങനെ വസുവേട്ടത്തിയെ കുടുക്കാമെന്നുള്ള ആലോചനയിലായിരിക്കും അല്ലേ? ഓ, നിന്റെ മന്ദബുദ്ധിക്ക് അതൊക്കെ തോന്നും. അതും അല്ലെന്നാണോ? മതി, വായിൽ വരുന്നൊക്കെ മണ്ടന്മാരെ പോലെ വിളിച്ചു കൂവാതെ. എല്ലാത്തിനും നിനക്ക് ധൃതിയാ. ഞാൻ പറയുന്ന നീ ഒന്ന് കേൾക്ക്. പറഞ്ഞോളൂ. ഇന്ന് രാവിലെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയില്ലേ? ആ പ്രോബ്ലം സോൾവ് ആയി കിട്ടി. നിന്റെ പ്രശ്നം സോൾവ് ആയി. എന്നാ വസുവിന്റെ കാര്യത്തില് എനിക്കൊരു പുതിയ പ്രശ്നം കിട്ടിയിട്ടുണ്ട്. അത് എന്ത് പ്രശ്നമാണ്? പ്രശ്നാണോന്ന് ചോദിച്ചാൽ ഒരു പ്രശ്നമല്ല, ഒരു സംശയം. ഹോസ്പിറ്റലില് 2 ഡോക്ടർമാരുണ്ടായിരുന്നില്ലേ? അതിൽ ഒരു ഡോക്ടറെ കണ്ട് വസുന്ധര പരിഭ്രമിച്ചു.